മുഖസുമേസിന്റെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൽ ഈ വർഷം പുതിയ പാഠപുസ്തകങ്ങളാണ്. ഗണിതവും മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1ാം ഭാഗത്ത് 6 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. പകരം ഈ വർഷം 7 യൂണിറ്റുകളുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ആരംഭിക്കുന്നത് സമാന്തര ശ്രേണികളിൽ നിന്നാണ്. സമാന്തര ശ്രേണികൾ എന്നാൽ എന്താണ്, അതിലുള്ള പദങ്ങൾ എന്താണ്, അതിലുള്ള പ്രവർത്തനങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഓരോ ക്ലാസ്സുകളായി വിശദീകരിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു പദമുണ്ട്. അതെന്താ? സംഖ്യാശ്രേണികൾ. സംഖ്യാശ്രേണികളെ വിശദീകരിച്ചുകൊണ്ടാണ് സമാന്തര ശ്രേണികളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സംഖ്യാശ്രേണികളെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെ സംഖ്യാശ്രേണികൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? വളരെ സിമ്പിളാണ്. നാം 1ാം ക്ലാസ് മുതൽക്ക് തന്നെ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ പഠിച്ച സംഖ്യകളുണ്ട്. 1, 2, 3, 4, 5. ഇതൊക്കെ എന്ത് സംഖ്യകളാണ്? എണ്ണൽ സംഖ്യകളാണ്. 1 മുതൽക്ക് ആരംഭിക്കുന്ന എണ്ണൽ സംഖ്യകൾ. ഈ എണ്ണൽ സംഖ്യകളെ തന്നെ പല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. 2, 4, 6, 8. ഇതൊക്കെ ഇരട്ട സംഖ്യകളാണ്. 2, 4, 6, 8, 10, 12 തുടങ്ങിയ സംഖ്യ. ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. ഇരട്ട സംഖ്യകളെ കുറിച്ച് പറയുമ്പോൾ 1, 3, 5, 7, 9 തുടങ്ങിയ ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3 സംഖ്യാശ്രേണികൾ പരിചയപ്പെട്ടു. ആദ്യത്തേത് എണ്ണൽ സംഖ്യകളാണ്, ഇരട്ട സംഖ്യകളാണ്, അതോടൊപ്പം ഒറ്റ സംഖ്യകൾ. ഇനിയും ധാരാളം സംഖ്യാ ശ്രേണികളെ പരിചയപ്പെടാൻ പറ്റും. അതിലെ ഒരു ശ്രേണിയാണ് ഇതിൽ ഈ ചിത്രത്തിൽ വിശദീകരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഞാനിവിടെ പറയാൻ കാരണം അത്ര എളുപ്പത്തിൽ ഇത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഭാഗം മാത്രം ഞാൻ എടുത്ത് വിശദീകരിക്കുകയും തുടർന്ന് പാഠപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു 5 പ്രവർത്തനങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. ശ്രേണികൾ, സംഖ്യാശ്രേണികളുമായി ബന്ധപ്പെട്ടാണ്. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ സമാന്തര ശ്രേണികളെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോ ഇതൊന്ന് ആലോചിച്ചാലോ? ഇതിനെക്കുറിച്ച് ആലോചിച്ചാലോ? ഓക്കെ, ഇവിടെ നോക്കൂ. 1, 2, 3, 4 ചിത്രങ്ങൾ അല്ലെ? ആ ചിത്രങ്ങളുടെ ഒരു വിശദീകരണം താഴെക്കുറിച്ചിട്ടുണ്ട്. അതെന്താ? ഓരോ ചിത്രത്തിലെയും ഏറ്റവും വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം മീറ്ററിൽ എഴുതിയാൽ √2, √3, 2 എന്നിങ്ങനെ 2 മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗമൂലങ്ങളുടെ ശ്രേണിയാണ് കിട്ടുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? ഈ ചിത്രവും ഈ വിശദീകരണവും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ ചിത്രത്തിലെയും, ഓരോ ചിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ചിത്രമുണ്ട്? 1, 2, 3, 4 ചിത്രമുണ്ട്. അത് ക്ലിയർ. ഏറ്റവും വലിയ ത്രികോണത്തിന്റെ, ഏറ്റവും വലിയ ത്രികോണം എന്ന് പറയുമ്പോൾ ഇതില് ഒരു ത്രികോണം മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ത്രികോണമുണ്ട്, 3 ത്രികോണം ഇതിലുണ്ട്, ഇതിൽ 4 ത്രികോണമുണ്ട്. ഈ ഒരു ത്രികോണത്തെ സംബന്ധിച്ച് വലിപ്പ ചെറുപ്പമില്ല, അത് ഒരു ത്രികോണം തന്നെയാണ്. അത് തന്നെ വലുതായിട്ട് എടുക്കാം. ഇതിലോ? ഇതില് ഏതാ വലുത്? ഇവിടെ 2 ത്രികോണം കാണാം, 1, 2. ഇതിൽ ഏതാ വലുത്? ഇതാണ് വലുത്. ഇതും തുല്യമാണ്, അതിനേക്കാൾ വലുത് ആണ് ഇത്. മൂന്നാമത്തെ ചിത്രത്തിലോ ഈ 2 ത്രികോണങ്ങൾ ഇവിടെ കാണാം, മൂന്നാമത്തെ ത്രികോണവും. ഈ മൂന്നാമത്തെ ത്രികോണമാണ് ഇതിൽ വലുത്. ഇതിലോ ഈ 3 ത്രികോണം, 1, 2, 3 ഇവിടെ ഉണ്ട്, 4ാമത്തെ ത്രികോണം വന്നു, അതാണ് വലുത്. അപ്പൊ അങ്ങനെ വലിപ്പമുള്ള, അതായത് ഇതിലെ ഈ ത്രികോണത്തിന്റെ, ഈ ത്രികോണത്തിന്റെ, ഈ ത്രികോണത്തിന്റെ, ഈ ത്രികോണത്തിന്റെ, അങ്ങനെ 4 ഓരോ ത്രികോണ കൂട്ടങ്ങളിലുമുള്ള വലിയ ത്രികോണത്തിന്റെ
എന്താണ് വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എന്താണ് മീറ്ററിൽ എഴുതിയാൽ √2, √3, 2 എന്നിങ്ങനെ 2 മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗമൂലങ്ങളുടെ ശ്രേണിയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യാ ശ്രേണി കൂടി നമ്മളിവിടെ പറഞ്ഞ എണ്ണൽ സംഖ്യകൾ, അതുപോലെ ഇരട്ട സംഖ്യകൾ, അതുപോലെ ഒറ്റ സംഖ്യകളൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിലുള്ള ഒരു പ്രത്യേകതരം സംഖ്യാശ്രേണിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചിത്രം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് ഇതും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുക എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കർണം എന്താണ്? √2 ആണ്. അതായത് 2ന്റെ റൂട്ട്. ഇതിന്റെ കർണം എന്താണ്? ഈ വലിയ ത്രികോണത്തിന്റെ കർണം √3. ഇതിലെ ഈ വലിയ ത്രികോണം ഇതാണല്ലോ, മട്ടത്രികോണം. അതിന്റെ കർണം എത്ര വരും? √2, √3, √4 വരും. ഇവിടെ √5 വരും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഇതിന്റെ സീരീസ് പോകുന്നു. ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് അത് ശരിയാണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണാണ് അല്ലെ? മട്ടത്രികോണാണെന്ന് അങ്ങനെ മനസ്സിലായി. ഇവിടെ മട്ടകോൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മട്ടകോണുള്ള ത്രികോണമാണല്ലോ മട്ടത്രികോണം. അപ്പൊ ഇതിന്റെ ഒരു വശം 1 മീറ്റർ, ഇത് 1 മീറ്റർ. ഇത് രണ്ടും വശങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? ഒരു മട്ടത്രികോണത്തിന് 2 വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം എന്താണ്? കർണമാണ്. ആ കർണം കാണാൻ എന്താ വഴി? കർണം √, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പൈത്തഗോറസ് സിദ്ധാന്തം. അത് പ്രകാരം ഇതിന്റെ കർണം എങ്ങനെ കാണും? 1, 1. അപ്പൊ പാദം സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതിന്റെ √2. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഒന്നാമത്തെ, അതായത് 2 മുതലുള്ള എണ്ണസംഖ്യകളുടെ, അപ്പൊ 2ന്റെ വർഗ്ഗമൂലമായി ഇത് വന്നിട്ടുണ്ട്, അതിന്റെ കർണം. ഇനി ഇവിടെ ഞാൻ √3 എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നോക്കാം. അതെങ്ങനെയാ കണ്ടുപിടിക്കാം? ഈ മട്ടത്രികോണത്തെ സംബന്ധിച്ച് ഇതിന്റെ ഒരു വശം ഇതാണ്, ഒരു വശം ഇതാണ്. ഇതിന്റെ ഒരു വശം എത്രയാ? ഇവിടെ നമുക്ക് ഈ കർണം തന്നെയാണ് ഇതിന്റെ ഒരു വശം. അത് എത്രയാ? √2. അപ്പോ ഈ പൈത്തഗോറസ് സിദ്ധാന്തം പറയുമ്പോൾ എന്ത് വരും? √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? √4. അതിന്റെ സ്ക്വയർ റൂട്ട് അത് 2 പ്ലസ് 1 √3. അപ്പൊ അത് ശരി, അത് കിട്ടി. ഇനി ഇതാണല്ലോ വലിയ ത്രികോണം. ഇതിലുള്ള വലിയ ത്രികോണം ഇതാണ്. അതിന് കർണം കണ്ടുപിടിക്കണമെങ്കിൽ ഈ വശവും ഇത് കിട്ടണം. ഇവിടെ √3 ആണല്ലോ, അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ √3 1 എടുത്തിട്ട് ഇതിന്റെ കർണം കണ്ടുപിടിക്കണം. അപ്പൊ പൈത്തഗോറസ് സിദ്ധാന്തം പ്രകാരം എന്ത് വരും? √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √3 സ്ക്വയർ എത്രയാ? 9 അല്ലെ? 3 സ്ക്വയർ 9. അതിന്റെ √3 പ്ലസ് 1, 3 പ്ലസ് 1 4. അതിന്റെ റൂട്ട് എത്രയാണ്? 4ന്റെ റൂട്ട് അത് 2. അപ്പൊ ഒന്നുകിൽ √4 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ 2 എന്ന് എഴുതാം. ഇവിടെ 2 എന്നാണ് എഴുതിയത്. അപ്പൊ √2, √3, ഇവിടെ √4 എന്ന് വേണ്ടേ എന്നൊക്കെ സംശയം ഉണ്ടാകും. അതെന്താണ്? ആ √4 തന്നെയാണ് 2. അപ്പോ ഇവിടെ ഇതിന്റെ ഈ കർണത്തിന്റെ നീളം √2, √3, √4 അല്ലെങ്കിൽ 2. ഓക്കെ. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ ഇപ്പൊ ഈ വശം 2 കിട്ടിയല്ലോ, ഇതിന്റെ കർണം 2, ഇത് 1. അപ്പോ √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 2 സ്ക്വയർ 4 പ്ലസ് 1 സമം എന്ത് വരും? √5. അപ്പോ √2, √3, √4, √5 എന്നിങ്ങനെ ക്രമത്തിൽ ഉള്ള ഒരു ശ്രേണിയാണ് കിട്ടുന്നത് എന്നാണ് ഇത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സംഖ്യാശ്രേണികളുമായി ബന്ധപ്പെട്ടതാണ്, നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതില് 5 പ്രവർത്തനങ്ങളുണ്ട്, അത് ഓരോന്നും ചെയ്തു നോക്കാം. ഓക്കെ. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം.
അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇവിടെ ഒരു ത്രികോണമുണ്ട്, ഈ പൊട്ടുകൾ അല്ലെങ്കിൽ കുത്തുകൾ ചേർത്തൊരു ത്രികോണം. ഇവിടെയും ഇതുപോലെ ഇതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പവും കുറച്ചുകൂടി എണ്ണം പൊട്ടുകളുമുള്ള മറ്റൊരു ത്രികോണം, ഇതിനേക്കാളും വലിയ മറ്റൊരു ത്രികോണം. ഇപ്പൊ 3 ത്രികോണങ്ങൾ പൊട്ടുകൾ ഉപയോഗിച്ച് തന്നിട്ടുണ്ട്. ഇനി ചോദ്യം നോക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. അത് എണ്ണി നോക്കിയാൽ മതി. ഇതില് എത്രയുണ്ട്? 3, ഇതില് 6, ഇതില് 10. അത് എണ്ണി നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 എണ്ണം എഴുതാനാണ്, അത് എഴുതി കഴിഞ്ഞു. ഇനി വീണ്ടും 3 ത്രികോണങ്ങൾ കൂടി ഉണ്ടാക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അത് നമുക്ക് മറ്റൊരു ഇതേപോലെ ഒരു ത്രികോണം പൊട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഇപ്പൊ 1, 2, 3, 4, അടുത്തത് 5 വരും അല്ലേ? 1, 2, 3, 4, 5. ഇത് ഇത്ര പ്രയാസമുള്ള ഒരു ചോദ്യമല്ല. ആകെ എത്ര വന്നിട്ടുണ്ട്? 1, 2, 3, 6, 4, 10, 5, 15. അപ്പം 4ാമത്തെ ത്രികോണം പൊട്ടുകൾ ഉപയോഗിച്ചുണ്ടാകുമ്പോൾ അതില് 15 പൊട്ടുകളാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മള് അടുത്തത് ഇങ്ങനെ ത്രികോണങ്ങൾ ഉണ്ടാക്കാതെ അതിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ സംഖ്യാശ്രേണിയുടെ പ്രത്യേകത ഒന്ന് നോക്കിയാൽ മതി. അതെന്താ പ്രത്യേകത നോക്കിയോ? 3, 3, 6, 6, 4, 10, 10, 5, 15. അപ്പോ ആ വ്യത്യാസം പോലെ കണ്ടില്ലേ? 3, 4, 5. അടുത്ത വ്യത്യാസം എത്ര വരും? 6 വരും. അതായത് 15ന്റെ കൂടെ 6 കൂട്ടിയാൽ മതി, 21. 6 കൂട്ടി അടുത്തത് 7 കൂട്ടിയാൽ മതി, 28. ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ നമ്മളിവിടെ ഇപ്പൊ ത്രികോണങ്ങളല്ലേ ഉണ്ടാക്കിയത്. ഇപ്പൊ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന പൊട്ടുകളുടെ എണ്ണമാണ് ഇത് അല്ലെ. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേക, ഇതൊരു സംഖ്യാശ്രേണിയാണ്. ഈ സംഖ്യാശ്രേണിക്ക് തന്നെ നേരത്തെ നമ്മൾ ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യ എന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? അത് മനസ്സിലാക്കുന്നത് നിന്നാണ്. ഈ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ട് ഇതിനെ ത്രികോണ സംഖ്യകൾ എന്നാണ് പറയുക. ത്രികോണ സംഖ്യകൾ ആരംഭിക്കുന്നത് 1 നിന്നാണ്. 1, 3, 6, 10, 15, 21, 28, ആ രീതിയിൽ 36, 45, 55 എന്ന രീതിയിലേക്ക് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ചോദ്യം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. ഇപ്പൊ സംഖ്യാശ്രേണികളാണ് ഉണ്ടാക്കേണ്ടത്. അതിലെ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളാണ്. ആദ്യം ഈ ജാമിതീയ രൂപങ്ങളൊന്ന് വരച്ചു നോക്കാം. സമഭുജ ത്രികോണം, അത് കഴിഞ്ഞാൽ സമചതുരം. ഇതൊക്കെ ഒരു ഏകദേശ ചിത്രമാണ് വരയ്ക്കുന്നത്. സമപഞ്ചഭുജം, സമഷട്ഭുജം. ഈ 4 ചിത്രങ്ങളൊന്ന് വരച്ചു നോക്കിയിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷട്ഭുജം. വശങ്ങളുടെ സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുന്നതാണ് ഈ 4 ചിത്രങ്ങളിൽ നിന്ന്. അതിലെ ഒന്നാമത്തെ സംഖ്യാശ്രേണികൾ എന്താ? വശങ്ങളുടെ എണ്ണമാണ്. വശങ്ങളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. 3, 4, 5, 6. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നമുക്ക് എഴുതാം. ഒന്നാമത്തത് 3, 4, 5, 6. ഇത് വശങ്ങളുടെ എണ്ണം ഒന്നാമത്. അടുത്തെന്താ? അകക്കോണുകളുടെ തുക.
എന്താ അകക്കോണുകൾ എന്ന് പറഞ്ഞാൽ? ഓരോ ജാമിതീയ രൂപം നോക്കുക. ഇപ്പൊ ത്രികോണത്തിന് എത്ര കോണുകളുണ്ട്? അകത്ത് 3 കോണുകളുണ്ട്. ഈ 3 കോൺ കൂടെ കൂട്ടിയാൽ അത് അറിയാവുന്നതാണ് 180. സമചതുരമാണെങ്കിലോ 4 കോൺ കൂടെ കൂട്ടിയാൽ 360. പഞ്ചഭുജം 540. ഷഡ്ഭുജം 700. ഇത് പ്രത്യേക ക്രമത്തിലാണ് അല്ലെ. 150 എന്റെ കൂടെ 150 കൂട്ടി 360, വീണ്ടും 150 കൂട്ടി 540, വീണ്ടും 150 കൂട്ടി 720. അതായത് ഈ ജാമിതി രൂപങ്ങളുടെ കോണുകളുടെ അകക്കോണുകളുടെ ആകെ പോകുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണ്. ഇതും ഒരു ശ്രേണിയാണ്. അടുത്തത് മൂന്നാമത് പുറംകോണുകളുടെ തുക. എന്താ പുറംകോൺ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒരു കോൺ രൂപപ്പെട്ടു കണ്ടില്ലേ, ഇത് ഒരു പുറംകോൺ. അതുപോലെ ഇവിടെ മറ്റൊരു പുറംകോൺ, ഇവിടെ മറ്റൊരു, ഇങ്ങനെ 3 പുറംകോൺ മൊത്തമുണ്ട് അല്ലെ. അതിന്റെ തുക എത്രയാണ്? 360. അതുപോലെ ഇതിനും പുറംകോണുകളുണ്ട്, ഇതേപോലെ ഇതിനും ഉണ്ട്, ഇതിനുമുണ്ട്. എല്ലാത്തിന്റെയും ഏത് ജാമിതീയ രൂപം എടുത്താലും അതിന്റെ എല്ലാം പുറംകോണുകളുടെ തുക 360. അതായത് ഒരു ത്രികോണത്തിൻ്റെത് 360, ചതുരമാണെങ്കിലും പഞ്ചഭുജമാണെങ്കിലും ഷഡ്ഭുജമാണെങ്കിലും പുറംകോണുകളുടെ ആകെ തുക 360. അപ്പോൾ ഇത് ഈ ക്രമത്തിൽ തന്നെയാണ് പോകുന്നത്. നാലാമത്തെ എന്താ? ഒരു അകക്കോണിന്റെ അളവ്, ഒരു അകക്കോണിന്റെ അളവ്. ഇത് സമഭുജമാണ്, സമഭുജ ത്രികോണമാണ്, എല്ലാം കൂടെ കൂട്ടിയാൽ 150. അപ്പം ഓരോന്നും എത്രയാണ്? 150 3 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. 150 3 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി 4 വശമുള്ളത് എന്താ വഴി? 360 4 കൊണ്ട് ഹരിച്ചാൽ മതി, 90. ഇത് ഓരോന്നും ഓരോ അകക്കോണിന്റെ അളവാണ്. 540 5 കൊണ്ട് ഹരിക്കുക 108. 720 6 കൊണ്ട് ഹരിക്കുക 120. ഈ രീതിയിലാണ് ഇതിലുള്ള ഓരോ അകക്കോണിന്റെ പോകുന്നത്. ഓക്കെ. അടുത്തത് ഒരു പുറംകോണിന്റെ അളവ്. ഇതിന്റെ എല്ലാത്തിന്റെയും പുറംകോണിന്റെ അളവ് 360 ആകെ തുക. പക്ഷെ ഓരോ പുറംകോണിന്റെ അളവ് കാണാൻ എന്താ വഴി? 360 വശം കൊണ്ട് ഹരിക്കും 120. 360 4 കൊണ്ട് ഹരിച്ചാൽ 90. 360 5 കൊണ്ട് ഹരിച്ചാൽ 72. 360 6 കൊണ്ട് ഹരിച്ചാൽ 60. അതായത് ത്രികോണത്തിന്റെ ഒരു പുറംകോണിന്റെ അളവ് 120. സമഭുജ ത്രികോണമാണെങ്കിൽ, അതുപോലെ സമചതുരമാണെങ്കിൽ 90 ഡിഗ്രി, സമപഞ്ചഭുജമാണെങ്കിൽ 72 ഡിഗ്രി, അതുപോലെ സമഷഡ്ഭുജമാണെങ്കിൽ 60 ഡിഗ്രി. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യമാണ്. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. ഇത് വളരെ എളുപ്പമാണ്. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന ആദ്യത്തെ സംഖ്യ 1 തന്നെയാണ്. അടുത്ത സംഖ്യ ഇതിന്റെ കൂടെ 3 കൂട്ടുക 4, ഇതിന്റെ കൂടെ 3 കൂട്ടുക 7, പിന്നെ 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി എഴുതിയ എന്താണ് അതിന്റെ ഉത്തരം. ഇനി 2 ശിഷ്ടം വരുന്ന എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ 2, 3 കൂട്ടി 5 8 11 അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലിപ്പക്രമത്തിൽ എഴുതുക. ഈ ശ്രേണിയെ മറ്റ് 2 തരത്തിൽ വിവരിക്കുക. ബുദ്ധിമുട്ടുള്ളതല്ല, വളരെ സിമ്പിൾ ആണ്. 1ലോ 6ലോ, ഇപ്പൊ 1ൽ അവസാനിക്കുന്നത് ആദ്യം എഴുതാം. അതേതാ? 1 തുടങ്ങി 11 21 31 41 ഇങ്ങനെ പോകും. 6 തുടങ്ങുന്നത് എങ്ങനെയാ? 6ൽ അവസാനിക്കുന്നത് എങ്ങനെയാ? 6 16 26 36 ഇങ്ങനെ പോകും. ഇനി ഇതിന്റെ പ്രത്യേകത എഴുതുന്നത് അല്ലെ, ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. എങ്ങനെ വിവരിക്കും?
ഇതിനെ 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാത്തിൻ്റെയും ശിഷ്ടം ഒന്നായിരിക്കും. ആ രീതിയിൽ എഴുതാം. അതായത് നേരത്തെ എഴുതിയില്ലേ, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എന്ന് പറഞ്ഞ പോലെ 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളാണ് ഇത്. ഇനി 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിലോ അത് തന്നെ, 5 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 1 വരുന്ന കാര്യമുണ്ട് അല്ലെ? ഇതിനെയും എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ് വരിക. ഓക്കെ. 6, 16, 26, 36 ഈ ശ്രേണിയോ 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? 6 വരും. 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിലോ ശിഷ്ടമല്ല 1 വരും. അതായത് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന സംഖ്യകൾ 1, 6, 11, 16, 21 തുടങ്ങിയ സംഖ്യകൾ മുഴുവൻ ആണ് അക്കൂട്ടത്തിൽ വരും. എന്നാൽ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ ശിഷ്ടം 1, ഇവിടെ ശിഷ്ടം 6. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവസാനത്തെ ചോദ്യം നോക്കാം. ഈ ഭാഗത്തെ ഈ ചിത്രങ്ങൾ നോക്കൂ. ഈ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ 1, 2, 3 ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളെ കുറിച്ച് എന്താ താഴെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യ ചിത്രം. ഇത് ഒരു സമഭുജ ത്രികോണം. എന്ത് ചെയ്തു? ഈ സമഭുജ ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കളാണ് 1, 2, 3. ഇവിടെ ഒരു ത്രികോണം വരച്ചു. ഇതങ്ങ് വെട്ടിമാറ്റി. അങ്ങനെ വെട്ടിമാറ്റിയപ്പോൾ കിട്ടുന്നതാണ് ഈ വെളുത്ത സമഭുജ ത്രികോണം. ബാക്കിയൊക്കെ ഈ ത്രികോണത്തിന്റെ ഭാഗം തന്നെ. ഇനി എന്ത് ചെയ്തു? ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിന്റെ പ്രത്യേകത ഇതാ. ഈ ഒരു ത്രികോണം, ഒരു ത്രികോണം, ഈ ത്രികോണം, ഇങ്ങനെ 3 ത്രികോണം. ഈ ഓരോ ത്രികോണത്തിൽ നിന്നും ഇതേപോലെ ഇവിടെ വെട്ടിമാറ്റിയല്ലോ ഇതിന്റെ മധ്യബിന്ദു അല്ലേ? അതുപോലെ ഈ ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ രേഖപ്പെടുത്തി ആ നടുവിലത്തെ ഭാഗം വെട്ടിമാറ്റി. ഇവിടെയും നടുവിലത്തെ ഭാഗം വെട്ടിമാറ്റി. ഇവിടെയും നടുവിലത്തെ ഭാഗം വെട്ടിമാറ്റി. ഇനി മൂന്നാമത്തതോ? ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം. അതായത് ഇവിടെ നമുക്ക് കുറെ ചെറിയ ത്രികോണങ്ങൾ കിട്ടിയല്ലോ. ആ ഓരോ ചെറിയ ത്രികോണത്തിന്റെയും മധ്യബിന്ദുക്കൾ അടയാളപ്പെടുത്തി നടുവിൽ നിന്ന് വെട്ടിമാറ്റിയതാണ് ഇതൊക്കെ. അപ്പൊ ആ ത്രികോണം, 3 ത്രികോണങ്ങളും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? അത് എണ്ണി നോക്കിയേ വേണ്ടുള്ളൂ. ഒന്നാമത്തേല് 3, രണ്ടാമത്തേല് ഇങ്ങനെ 3, 3, 3, 3, 3 വരും. 9. മൂന്നാമത്തേല് 9 എണ്ണം 3 മാറ്റി. അപ്പം 27. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ. ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഒരു ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അല്ലേ? എത്രയുള്ളൂ? ഇതൊരു സമഭുജ ത്രികോണം. ഇത് മുഴുവനായിട്ട് ഇവിടെ വെട്ടി മാറ്റിയില്ല എന്ന് സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് മുഴുവൻ ഒരു വലിയ ത്രികോണം കിട്ടുമല്ലോ അല്ലെ? അതിന്റെ പരപ്പളവ് എത്ര? 1. അപ്പൊ ഇത് ആകെ 1. ആ 1നെ എന്താക്കി മാറ്റി? 4 ഭാഗാക്കി അല്ലെ? 3 ചുവപ്പും 1 വെള്ളയും, അങ്ങനെ 4 ഭാഗാക്കി. 4 ഭാഗാക്കി മാറ്റുമ്പോ, അതായത് 1നെ 4 ഭാഗാക്കി മാറ്റുമ്പോ ഓരോന്നും എത്ര വരും? 4ൽ 1. അതായത് ഇതിന്റെ ഓരോന്നിന്റെയും പരപ്പളവ് 4ൽ 1. ഇതിന്റെ ഒന്നാമത്തതിൻ്റെത് 4ൽ 1. അതാണ് അതിന്റെ പരപ്പളവ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും വെട്ടി മാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എന്ന് എഴുതി ഓരോ ചിത്രത്തിലും. ഇപ്പൊ ഇതിന്റെ പരപ്പളവ്, ഓരോന്നിന്റെയും പരപ്പളവ് 4ൽ 1. ഇതോ? ഇപ്പൊ ഇത് മാത്രം എടുക്കാം. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് 4ൽ 1 ആകെ. ആ 4ൽ 1നെ വീണ്ടും എന്താക്കി മാറ്റി? 4 ഭാഗാക്കി മാറ്റി. 4ൽ 1ന്റെ 4ൽ 1 മാറ്റി ഓരോന്നും. അപ്പൊ എത്ര വരും? 4ൽ 1 ഗുണിക്കണം 4ൽ 1. 4ൽ 1 ഗുണിക്കണം 4ൽ 1 എത്ര വരും?
1/16 രണ്ടാമത്തെ ചെറിയ ത്രികോണങ്ങളുടെ ഓരോന്നിന്റെയും പരപ്പളവാണ്. ഇത് ആകെയല്ല, ഇതിൻ്റെത് 1/16, 1/16, 1/16 ഇങ്ങനെയുള്ള ഓരോ ത്രികോണത്തിന്റെയും, ഇതിലുള്ള ഓരോ ചെറിയ ത്രികോണത്തിന്റെയും പരപ്പളവ്. ഓക്കെ, ഇനി ഇതാണെങ്കിലും ഇത് ഈ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്ക് 1/16 കിട്ടി. അതിനെ വീണ്ടും എന്താക്കുന്നു, 4 ഭാഗമാക്കി മാറ്റുന്നു. അതായത് 1/16ന്റെ 1/4 ഭാഗമാണ് അതിലുള്ള ഓരോ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ്. അതെന്ത് വരും? 1 64. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി മൂന്നാമത്തെ എന്താ? ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നിന്റെയും ആകെ. ഇവിടെ ഇത് 4-1, ഇത് 4-1, ഇത് 4-1, അങ്ങനത്തെ എത്ര ഉണ്ട്? 3 ത്രികോണങ്ങളുണ്ട് അല്ലെ? 3 ത്രികോണങ്ങൾ ഓരോന്നിന്റെയും പരപ്പളവ് 4-1 ആകുമ്പോ ഇതിന്റെ പരപ്പളവ് അങ്ങനെ കിട്ടും 3 ഗുണിക്കണം 1/4, അതായത് 3/4. ക്ലിയർ? ഇനി ഇതിന്റെ എങ്ങനെ കാണും? ഓരോന്നിന്റെയും 1/16 ഭാഗമാണ്. അങ്ങനെയുള്ള 9 എണ്ണം ഉണ്ട്. അപ്പൊ 9 ഗുണിക്കണം 1/16, അതായത് 9/16. അതേപോലെ ഇവിടെ 27 ഗുണിക്കണം 1, 27/64. ഇതാണ് ഇതിന്റെ ഓരോന്നിന്റെയും ആകെ. ഇതിന്റെ ആകെ പരപ്പളവാണ്. ചുവപ്പ് നിറമുള്ളതാണ്, വെളുത്ത ഇതിനകത്ത് വരുന്നില്ല. 3/4, 9/16, 27/64. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ആശയത്തിലേക്ക് എത്താം. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കുറെ പദങ്ങൾ അറിയാനുണ്ട്, കുറെ പ്രവർത്തനങ്ങളും